കിച്ചണിലാണ് ഇപ്പോൾ ഉള്ളത്. കിച്ചണിൽ എൻട്രൻസ് ചെയ്യുമ്പോഴേക്കും നമുക്ക് ഫസ്റ്റായിട്ട് കാണാൻ പറ്റുന്നത് ഒരു പൂജ യൂണിറ്റാണ്. സോ പൂജ യൂണിറ്റ് നമ്മൾ ഇത് WPCയിൽ അവർക്ക് CNC കട്ടിംഗ് ഒക്കെ ചെയ്തിട്ട് നമ്മൾ WPCയിലാണ് ഈ ഡോർ അവർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ താഴെ നോക്കുകയാണെങ്കിലും നമ്മളൊരു പാർട്ടീഷൻ, ജസ്റ്റ് ഒരു പാർട്ടീഷൻ ഇട്ടിട്ട് ഒരു ബോക്സ് ആക്കിയിട്ട് ഒരു കവർ ചെയ്ത് കൊടുത്തിരിക്കണം. ഇത് കംപ്ലീറ്റ് ആയിട്ടും UPVCയിൽ ചെയ്ത ഒരു പൂജ യൂണിറ്റാണ്. ഇതിന് മേലെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു അറ്റം വരെ നമുക്ക് ഒരു വലിയ ഒരു വാൾ ബോക്സ് കാണാം. ഈ അറ്റം വരെ നമുക്ക് ഈ വാൾ ബോക്സ് കാണാം. എല്ലാം ഒരേ കളർ പാറ്റേണാണ്. വൈറ്റ് ആൻഡ് ഒലീവ് ഗ്രീനിൽ ബ്ലാക്ക് ഹാൻഡിൽ വെച്ചിട്ട് നമ്മൾ ഒരേ സെയിം ആയിട്ടാണ് പൂജ യൂണിറ്റ് നോക്കിയാൽ എല്ലാം ഒരേ കളേഴ്സിലാണ് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അവർക്കിത് നിർബന്ധമായിട്ടും ഇതുപോലെ ഒരു വലിയ സ്റ്റോറേജ് സ്പേസ് ആവശ്യമുണ്ടെന്ന് നമ്മളോട് പ്രത്യേകമായിട്ടും പറഞ്ഞിരുന്നു. കാരണം അവർക്ക് ഒരുപാട് പാത്രങ്ങൾ വെക്കാനുണ്ട്, ഒരുപാട് വോഷൽസ് വെക്കാനുണ്ട്. സോ അതിനായിട്ട് അവർക്ക് ഇതുപോലെ ഒരു വലിയ സ്പേസ് ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അത് വളരെ വൃത്തിയായിട്ട് നമുക്ക് ഒരു കോർണർ മുതൽ ഒരറ്റം വരെ നമ്മളത് വളരെ ക്ലിയർ ആയിട്ട് ഒരു വലിയ വാൾ ബോക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നേരെ നിങ്ങൾ താഴെ നോക്കിക്കഴിഞ്ഞാൽ, കിച്ചൺ ബോട്ടം നോക്കിക്കഴിഞ്ഞാൽ ഇതേപോലെ സെയിം അതേ കളർ പാറ്റേണിൽ തന്നെ നമ്മൾ ഒലീവ് ഗ്രീൻ വൈറ്റ് കോംബോ വരുന്ന പോലെ അതുപോലെ ബ്ലാക്ക് കളർ ഹാൻഡിലാണ് നമ്മളിവിടെ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇത് ജസ്റ്റ് സിങ്ക് ഏരിയ ആയതുകൊണ്ട് നമ്മളത് കവർ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ഇവിടെ ഒരു പാർട്ടീഷൻ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഒരു ഡോറ് പാർട്ടീഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ സൈഡ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ട്രോളീസ് അവർക്ക് ബാസ്ക്കറ്റ്സ്, അതായത് ട്രോളീസ് നമ്മൾ അവർക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാം SS-ലാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. കട്ട്ലറി ആയിക്കോട്ടെ, പ്ലെയിൻ ബാസ്ക്കറ്റും അതുപോലെ തന്നെ പ്ലേറ്റ്സും. ഇതുപോലെ 3 ട്രോളീസാണ്